അരുണിമ മിസ്സാണ്. വീണ്ടും ഒരു എക്സാം ടൈം ആയല്ലേ. എക്സാം ടൈം എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരല്പം ടെൻഷൻ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. എക്സാമിന് നമ്മളൊക്കെ നന്നായിട്ട് പഠിക്കാറുണ്ട്. പലപ്പോഴും ആൻസർ ഷീറ്റ് കയ്യിലെത്തുമ്പോൾ നമ്മൾ വിചാരിച്ചത്ര മാർക്ക് നമുക്ക് ഉണ്ടാവാറില്ല. ചില കോമൺ മിസ്റ്റേക്കുകൾ പൊതുവെ വിദ്യാർത്ഥികൾ വരുത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പലപ്പോഴും അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറിയ അശ്രദ്ധ മാത്രമായിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവും അല്ലെ. അറിയാത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ സമാധാനിക്കാം. പക്ഷെ അതേസമയം നമുക്ക് അറിയുന്ന ആൻസർ കൃത്യമായിട്ട് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സങ്കടം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷമം ഇനിയുള്ള എക്സാമുകളിലൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് മിസ് പറയുന്നത്. സിമ്പിൾ ആണെങ്കിലും ആൻസർ ഷീറ്റ് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പലപ്പോഴും നമുക്കൊരു കൂൾ ഓഫ് ടൈം കിട്ടുന്നുണ്ട് അല്ലെ. പല വിദ്യാർത്ഥികളും കൂൾ ഓഫ് ടൈമിൽ എന്താ സാധാരണ ചെയ്യുക? അപ്പുറത്തുള്ള ആളെ നോക്കും, ഇപ്പുറത്തുള്ള ആളെ നോക്കും. ചില ആളുകളൊക്കെ അല്ലെ കൂട്ടുകാരെ വിളിച്ച് ഇങ്ങനെ നോക്കും. ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. അതേസമയം ഈ കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ എക്സാമിൽ കുറേ സമയം നമുക്ക് എന്ത് ചെയ്യാം? ലാഭിക്കുകയും ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന തെറ്റുകളും എന്ത് ചെയ്യാം? കുറയ്ക്കാം. അതിനാദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിലൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കാം. പെൻസിൽ കയ്യിൽ വെക്കുക, എന്നിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ലൈൻ ചെയ്തുകൊണ്ട് തന്നെ വായിക്കാം. അപ്പൊ ചില സമയത്ത് നിങ്ങൾക്ക് കാണാം ഉദാഹരണങ്ങൾ എഴുതുക എന്നുള്ള ചോദ്യം. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഇങ്ങനെയുള്ള നോട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ നോട്ട് എക്സാമ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്യുക. പലപ്പോഴും നമ്മൾ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്കറിയാവുന്ന ആൻസർ നമ്മുടെ മനസ്സിൽ എന്താണോ അതാണ് നമ്മൾ എഴുതി വെക്കുക. പലപ്പോഴും അതായിരിക്കത്തില്ല. അങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ടർലൈനിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഒരുപാട് ടീച്ചേഴ്സ് ടിപ്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പലപ്പോഴും ആൻസർ നമ്മളൊരു സ്ഥലത്ത് ചെയ്യും, ലാസ്റ്റ് അത് ആൻസർ എടുത്തെഴുതുമ്പോഴത്തേക്കും നമ്മൾ വേറെ എന്തെങ്കിലും എഴുതും. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്തു വെച്ച ഉത്തരവും നിങ്ങൾ എടുത്തെഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരവും സിമിലർ ആണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമല്ലോ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെങ്കിലും ഇപ്പോൾ നമുക്ക് ബേസിക് സയൻസ് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ചോദ്യം കുറച്ച് ടഫാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറിയാത്ത ക്വസ്റ്റ്യൻ്റെ മുകളിലായിരിക്കും നിങ്ങളെ കുറേ മൈൻഡ് ഉണ്ടാവുക. ഇത് ചെയ്യുന്നതോടുകൂടി ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും? പാനിക് ആവുന്നു. ഇതെനിക്ക് അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയല്ലോ, ഇനി ബാക്കി ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ആ എക്സാം ഹാളിൽ നിന്ന് മനസ്സിലേക്ക് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സാധനം നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സമയം മുഴുവൻ ആ ക്വസ്റ്റ്യൻ്റെ മുകളിൽ ചിലവാക്കാതെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുക. സമയമില്ലാണ്ടായി പോകുന്ന പ്രശ്നത്തിന് മിക്കവാറും കാരണം ഇതായിരിക്കും. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് എത്രയാണോ അതിന് കണക്കായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആ മാർക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു 3 മാർക്ക് ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ചോദ്യത്തിന് നിങ്ങൾ 2-2.5 പേജൊക്കെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസൃതമായിട്ട് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസറും എഴുതുക. എത്ര മാർക്കിനാണോ പറഞ്ഞിരിക്കുന്നത് അതിന് കണക്കായിട്ട് മാത്രം എന്ത് ചെയ്യുക? എഴുതുക. പിന്നെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു മിസ്റ്റേക്കാണ് ഡയഗ്രാം വരയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മാച്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ തിരക്കിലായിരിക്കും ഇത് ചെയ്യുക. നമുക്ക് ഡയഗ്രത്തിന് കൃത്യമായിട്ട് നമ്മൾ ലേബൽ ചെയ്യാൻ മറന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരു കൃത്യമായിട്ടുള്ള സമയം വേണമെന്ന് ആദ്യമേ മുന്നിൽ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? എഴുതുക. പിന്നെ കൺഫ്യൂസ്ഡ് ആക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ബേസിക് സയൻസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച് വരുമ്പോഴായിരിക്കും ഇപ്പോൾ പൂവിൻ്റെ ഭാഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കും, പക്ഷേ നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴേ എന്ത് ചെയ്യുക? അതൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, അതിന് കണക്കായിട്ട് നിങ്ങൾ എഴുതി നോക്കുക. ഇപ്പോൾ പലപ്പോഴും ചില ആളുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളൊരു എക്സാമിനാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ എക്സാം എന്ത് ചെയ്യുക? മുന്നേ തന്നെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിന് കണക്കായിട്ടുള്ള നിങ്ങൾ എങ്ങനെ എഴുതും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ തെറ്റിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടുത്തെ എക്സാമിന് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്തവണത്തെ എക്സാമിനൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് കൂടുകയും ചെയ്യും.
നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടമാവുകയില്ല. അപ്പോൾ കുട്ടി ടിപ്സാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനും കൂടി ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ കണ്ടന്റുകളായിട്ട് സൈലത്തിലെ ടീച്ചേഴ്സ് എല്ലാവരും വരുന്നുണ്ട്. മാത്രമല്ല XEG15 എന്നുള്ള കൂപ്പൺ കോഡ് കൂടി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബാച്ചുകളിലേക്ക് 15% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാം ടൈം ആണ്, ഒരു മാർക്ക് പോലും നമുക്ക് ഇനി നഷ്ടപ്പെടരുത്. അടിപൊളിയായിട്ട് സൈലത്തിനോടൊപ്പം പഠിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.